ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ആ ചാപ്റ്റർ എടുത്ത് തീർത്തിട്ടുണ്ടാവും. അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് മേ ബി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മക്കളെ, നിങ്ങളൊന്ന് ഓർക്കണം, ആ ചാപ്റ്ററിൽ പല ഡെറിവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ആക്സിയൽ ഉണ്ട്, ഇക്വിറ്റോറിയൽ ഉണ്ട്, ഗോസസ് ലോൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ടോർക്കിൻ്റെ ഡെറിവേഷനാണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മളൊരു ഡൈപോൾ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിക്കുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ ഉറപ്പിച്ച ചോദ്യമാണ്. ഇനി വരാൻ പോകുന്ന ഓണപ്പരീക്ഷയിൽ ഈ ചോദ്യം ഉറപ്പാണ് മക്കളെ, ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. ഇനി ആ ചോദ്യം ഏതൊക്കെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 2020-ലും 2022-ലും 2017-ലും 2019-ലും. സോ ഈ പറയുന്ന 4 വർഷങ്ങളിൽ ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് മെയിൻ ബോർഡ് എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്രിസ്മസ് എക്സാമിനോ ഓണപ്പരീക്ഷയ്ക്കോ മോഡൽ എക്സാമിനോ ചോദിച്ച കണക്കുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സോ അതിലും പല കുറി ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും നിസ്സാരമായി തന്നെ പഠിക്കാൻ പോവാണ്. സിമ്പിൾ മെത്തേഡിലൂടെ നമ്മളിതാ ക്രാക്ക് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സോ മക്കളെ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പൊതുവെ ഒരു ഡെറിവേഷൻ എങ്ങനെ വരുന്നു എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരുടെയും വിചാരം അത് ഡയറക്റ്റായി ചോദിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ചോദ്യം വരിക, ഡയഗ്രാം നമ്മൾ വരയ്ക്കണം എന്ന പല സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഈ പറയുന്ന വർഷങ്ങളിലെല്ലാം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. സോ എങ്ങനെയാണ് ചോദ്യം വരിക? 2 ഓപ്ഷൻ ഉണ്ടാവും, അഥവാ 2 പാർട്ടായിട്ടാണ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത് ഡയറക്റ്റ് ഹിറ്റായി തന്നെ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ടാവും. അതിനകത്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതിനുശേഷം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഏതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഏത് ആംഗിളിലാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ ഏത് ആംഗിളിലാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇതല്ലെങ്കിൽ ചോദിക്കാൻ പോസിബിലിറ്റിയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ടോർക്ക് മാക്സിമം, എപ്പോഴാണ് ടോർക്ക് മിനിമം. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായും ബി കാറ്റഗറിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ എ കാറ്റഗറിയിൽ ഡയറക്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറയാറുണ്ട്. ബി കാറ്റഗറിയിൽ ഏതാണ് സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് മാക്സിമം ആൻഡ് മിനിമം എന്ന് ചോദിക്കാറുണ്ട്. സെറ്റല്ലേ? ഇനി നമുക്ക് പതിയെ ഡെറിവേഷനിലോട്ട് കിടക്കാം. ഒരിക്കലും നമ്മുടെ ഡെറിവേഷനകത്ത്, അതായത് ചോദ്യത്തിനകത്ത് ഡെറിവേഷൻ്റെ പടം നൽകുകയില്ല. അത് നമ്മൾ വരയ്ക്കേണ്ടത് തന്നെയാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഈ പടം വരച്ചിരിക്കണം. അതിലൊരു മാറ്റവും വേണ്ട. ഇനി എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരിക്കലും വളരെ ഒരു റഫായിട്ട് പ്രോപ്പർ അല്ലാത്തൊരു പടം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് അവിടെ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതായത് ഇവിടെ നമ്മളൊരു പടം വരയ്ക്കുന്ന സമയത്ത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കണം. അത് നിങ്ങൾ ആദ്യം മനസ്സിനകത്ത് ഉറപ്പിക്കുക. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലലും ഈക്വലി സ്പേസ്ഡുമായിരിക്കണം. ശരിയല്ലേ? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലലും അതുപോലെ തന്നെ ഈക്വലി സ്പേസ്ഡുമായിരിക്കണം. എങ്കിൽ മാത്രമേ അതെന്താവത്തുള്ളൂ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആവത്തുള്ളൂ. റൈറ്റ്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മളൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്യുകയാണ്. അങ്ങനെ ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഡൈപോളിലുണ്ടാവുന്ന ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഡിറൈവ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ ക്ലാരിറ്റി കിട്ടിയില്ലേ? സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മളൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്യുകയാണ്. സോ ആ സാഹചര്യത്തിൽ ആ ഡൈപോളിലുണ്ടാവുന്ന ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിറൈവ് ചെയ്യേണ്ടത്. ആ കാര്യം നിങ്ങൾ തെളിച്ചത്തോടെ തന്നെ മനസ്സിലാക്കുക. ഇനി അതിനു വേണ്ടിയുള്ള പടമാണ് കാണുന്നത്. പടത്തിനെ വിശദമായി തന്നെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഇതാണ് നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പാരലലാണ്, അതുപോലെ തന്നെ ഈക്വലി സ്പേസ്ഡുമാണ്. അവിടെയാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നോക്കടാ, -q + q ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണ് ഡൈപോൾ. ഇവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2a ആണ്. സോ -q + q എന്ന് പറയുന്ന 2 ചാർജുകൾ 2a എന്ന് പറയുന്ന സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഡൈപോളിനെ ഈ കാണുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ചരിച്ചു പ്ലേസ് ചെയ്യുന്നു. അവിടെ ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന ആംഗിൾ തീറ്റ, അതാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ചരിഞ്ഞിരിക്കുന്ന ആംഗിൾ എത്രയാണ്? അത് തീറ്റയാണ്. അതും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി അടുത്ത കാര്യം, മുകളിൽ എന്താണ്? +q ഉണ്ട്, താഴെ -q ഉണ്ട്. ഈ 2 ചാർജുകളിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ? E = F/Q ആണ്. എങ്കിൽ F = എന്ത് വരും? QE എന്ന് വരും.
എങ്കിൽ F ഈക്വൾ ടു എന്ത് വരും മക്കളെ? QE എന്ന് വരും. ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുക. ഫോഴ്സ് ഈക്വൾ ടു QE. സോ ഈ ഫോഴ്സ് രണ്ട് ചാർജുകളിലും ആക്ട് ചെയ്യും. അഥവാ പോസിറ്റീവ് ചാർജിലും ആക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജിലും ആക്ട് ചെയ്യും. പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. പക്ഷേ നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഡൈപോൾ എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ അതെന്തിനൊരു ടെൻഡൻസി വരും? അതിന് കറങ്ങാൻ, ടേൺ ചെയ്യാൻ എന്ത് ചെയ്യും? ഒരു ടെൻഡൻസി വരും. അവിടെ ഒരു ടേണിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടോർക്ക് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുക. ഇത്രയും കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിച്ച് ആർ ഈക്വലി സ്പേസ്ഡ്, അത് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ നമ്മളൊരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്തു. സോ അതിനകത്ത് രണ്ട് ചാർജുകളിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് മൂലം ആ ഡൈപോളിന് ഒരു ടേണിംഗ് എഫക്റ്റ് വരുന്നു. അതിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ആ ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, നമ്മൾ 7ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തിൽ പഠിച്ചതാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ടോർക്ക് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇക്വേഷൻ നമ്പർ 1. നമുക്കറിയാം ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ടാവില്ല. അടുത്ത കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. നമുക്കിവിടെയുള്ള ഫോഴ്സ് എല്ലാവർക്കും അറിയാം. എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? QE ആണ്. അപ്പോൾ പലരുടെയും മനസ്സിൽ സാറേ -QE എന്ന് പറയുന്ന ഫോഴ്സ് കാണാലോ. മക്കൾ ഇവിടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ QE മാത്രം നിങ്ങൾ എടുക്കുക. സോ ഫോഴ്സ് എന്താണ്? QE ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കണം. ഇതാണ് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? അത് BN അല്ലേ? സോ QE ഇൻറ്റു എന്ത് എഴുതാം? BN എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി BN കണ്ടുപിടിക്കാം. ഇത് തീറ്റയാണെങ്കിൽ മക്കളെ നിങ്ങൾ പറയണം സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ BN ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താ മക്കളെ? ഇതാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുക AB. അത് 2Aക്ക് ഈക്വൽ അല്ലേ? ലെങ്ത് ഓഫ് ദ ഡൈപോളിന് ഈക്വൽ അല്ലേ? അതെ. സോ BN ഡിവൈഡഡ് ബൈ 2A. therefore നമുക്ക് പറയാൻ സാധിക്കും BN ഈക്വൽ ടു എന്ത്? 2A സൈൻ തീറ്റ എന്ന് പറയാൻ സാധിക്കും. ഇതിന് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം. സോ BNൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2A സൈൻ തീറ്റ എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടോർക്ക് ഈക്വൽ ടു QE ഇൻറ്റു എന്താണ്? 2A സൈൻ തീറ്റ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4. ഇനി എൻ്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കണം. 2AQ എന്താണ് മക്കളെ? 2AQ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ് 2AQ എന്ന് പറയുക. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. സോ ഇറ്റ് ഈസ് 2AQ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണ്. സോ ആ കാര്യം നമ്മൾ ഇതാ റീപ്ലേസ് ചെയ്യുന്നു. സോ ടോർക്ക് ഈക്വൽ ടു PE സൈൻ തീറ്റ എന്ന് വരുന്നു. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ടോർക്ക്. ഇതാണ് ടോർക്കിൻ്റെ ഫൈനൽ ഇക്വേഷൻ. എങ്ങനെയാണ് മക്കളെ വന്നത്? 2AQ എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റിന് P നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. 2AQക്ക് പകരം P കൊടുക്കുന്നു. അപ്പോൾ PE സൈൻ തീറ്റ എന്ന് വരും. കാരണം എന്താ ഉള്ളൂ ബാക്കി? ഈ സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. സോ PE സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 5 ആണ്. ലാസ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്കതിൻ്റെ വെക്റ്റർ നൊട്ടേഷൻ കൂടി എഴുതാം. സോ ടോർക്കിൻ്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ വന്നാൽ അവിടെ ക്രോസ് പ്രൊഡക്റ്റിലുള്ള മക്കളെ ഒരു സംശയമില്ല. സോ P ക്രോസ് E എന്ന് എഴുതാം. ദാറ്റ് ഈസ് P ക്രോസ് E. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ടോർക്ക് ഈക്വൽ ടു P ക്രോസ് E അല്ലെങ്കിൽ PE സൈൻ തീറ്റ. ഇക്വേഷൻ നമ്പർ 6. സോ ഇതാണ് എ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ. ഉറപ്പായും ഡിറൈവ് ചെയ്യാൻ എ പാർട്ടിനകത്ത് ചോദ്യം വരും. ഇതിന് 2 മാർക്ക് വെയിറ്റേജ് വരുന്ന ചോദ്യമാണ്. ഇതിന് പുറമെ അവർ അടുത്ത ഒരു ചോദ്യമുണ്ട്. എപ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, എപ്പോഴാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ എപ്പോഴാണ് ടോർക്ക് മാക്സിമം, എപ്പോഴാണ് മിനിമം? ഈ ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ ഉത്തരം കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. സോ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PE സൈൻ തീറ്റയാണ് നമുക്കറിയാം. സോ ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുക? മാക്സിമം എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം ആവുമ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക. എന്താണ് സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ? സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ശരിയല്ലേ? സൈനിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് സൈൻ എന്ന് പറഞ്ഞാൽ 1. സോ ഏത് ആംഗിളിലാണോ സൈൻ തീറ്റ 1 ആവുന്നത് അതാണ് ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ശരിയല്ലേ? കാര്യം മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുക? ആ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ തീറ്റ മാക്സിമം ആവുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 ആവുന്ന ആംഗിൾ എത്രയാണ്? സൈൻ 90. ശരിയല്ലേ? ആർക്കും സംശയമില്ല. സൈൻ 90 ആണ് എന്തെന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത്. സോ സൈൻ തീറ്റ മാക്സിമം ആവുന്നത് 90 ഡിഗ്രിയിലാണ്. സോ ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ അപ്പം എന്തായിരിക്കും മക്കളെ? നിസ്സാരമാണ്. അത് 90 ഡിഗ്രിയിലാണ്. അതെന്താണ്? PE
sin 90 ആണ്, sin 91 ആണ്. സോ ഇറ്റ് ഈസ് PE. സോ ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ എന്താണ് മക്കളെ? അത് PE ആണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് ഏത് ആംഗിളിലാണ് ഉണ്ടാവുക? അത് 90 ഡിഗ്രിയിലാണ് ടോർക്ക് എന്താവുക? മാക്സിമം ആവുക. മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് 90 ഡിഗ്രി. അത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുക. റൈറ്റ്. അടുത്തത്, ടോർക്ക് എപ്പോഴാണ് മിനിമം ആവുക? ഏത് ആംഗിളിലാണ് ടോർക്ക് മിനിമം ആവുക? ടോർക്ക് മിനിമം ആവുന്നത് സൈൻ തീറ്റ മിനിമം ആവുന്ന ആംഗിളുകളിലാണ്. സൈൻ തീറ്റ ഏത് ആംഗിളിലാണ് മിനിമം ആവുക? നമുക്കറിയാം sin 0 ആണ്. അതുപോലെ തന്നെ sin 180 ഡിഗ്രി എന്താണ്? 0 ആണ്. സോ രണ്ട് ആംഗിളുകളിൽ സൈൻ 0 ആയിട്ട് മാറും. മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യും. അത് ഏതൊക്കെയാണ്? 0യിലും 180യിലും. സോ ആ സാഹചര്യം കൂടി നിങ്ങൾക്കറിയണം. മിനിമം ആവുന്നത് 0യിലും അപ്പോൾ അതുപോലെ തന്നെ 180യിലുമാണ്. അതെന്താണ്? PE sin 0യും 0 ആണ്. PE sin 180യും എന്താണ്? 0 ആണ്. സോ ഈ രണ്ട് ആംഗിളുകളിൽ എന്താണ്? സൈൻ മിനിമം ടോർക്ക് മിനിമം വാല്യൂ ആണ്. അത് എത്രയാണ്? അത് 0 ആണ്. ഈ കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. സോ എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക? 90 ഡിഗ്രിയിലാണ്. എപ്പോഴാണ് ടോർക്ക് മിനിമം ആവുക? 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലുമാണ്. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് എന്ന് ചോദിച്ചാൽ PE എന്ന് എഴുതണം. വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ടോർക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? 0 എന്ന് എഴുതണം. കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലാലോ. ഇങ്ങനെയുള്ള കാര്യവും പരീക്ഷയിൽ ചോദിക്കാം. ഇനി നമ്മുടെ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ബി ക്വസ്റ്റൻ എന്താണ്? എപ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം അത് ടോർക്ക് 0 ആവുന്ന സാഹചര്യത്തിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുക. ടോർക്ക് 0 ആവുന്ന സാഹചര്യത്തിനെയാണ് ഇക്വിലിബ്രിയം എന്ന് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ടോർക്ക് 0 ആവുന്ന രണ്ട് ആംഗിളുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 0 ഡിഗ്രിയും 180 ഡിഗ്രിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? അത് 0 ഡിഗ്രിയാണ്. സിമിലർ വേ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എത്രയാണ്? അത് 180 ഡിഗ്രിയാണ്. ദാറ്റ്സ് ഇറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ അതുപോലെ തന്നെ മക്കളെ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു വാട്സപ്പ് ചാനലിൻ്റെയും വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെയും ലിങ്ക് താഴെയുണ്ട്. എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള കുറേ വീഡിയോസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. സിമിലർ വേ ഇനിയും നിങ്ങൾക്ക് നമ്മുടെ അഗ്നി 2.0 അഡ്മിഷൻ എടുക്കാം. താഴെ സ്ക്രോൾ പോകുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഇനിയും ലേറ്റ് ആയിട്ടില്ല, ഉടനെ തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഇതുപോലുള്ള കണ്ടന്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ട്രിക്കുകളും ടിപ്സൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ആരും തന്നെ സമയം കളയരുത്. ഓണപ്പരീക്ഷയിൽ മികച്ച മാർക്ക് നമുക്ക് നേടിയെടുക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, ടാറ്റ.